എസെക്കിയേൽ 8-ാം അധ്യായം. ദേവാലയത്തിലെ മ്ലേച്ഛതകൾ. 6-ാം വർഷം 6-ാം മാസം 5-ാം ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ മുമ്പിൽ യൂദായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. ഞാൻ നോക്കി, അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം. അവൻ്റെ അരക്കെട്ടുപോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റേതുപോലെയുള്ള ശോഭയും. കൈ പോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എൻ്റെ മുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിലേക്ക് ഉയർത്തി. ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറുസലേമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേ വാതിൽക്കലേക്ക് കൊണ്ടുപോയി. അസൂയ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിൻ്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു. അതാ അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെ ആയിരുന്നു അത്. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അതാ ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്കുവശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ? എൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് എന്നെ തുരുത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും. അവിടുന്ന് എന്നെ അങ്കണത്തിൻ്റെ വാതിൽക്കിലേക്ക് കൊണ്ടുവന്നു. ഞാൻ നോക്കി, അതാ ഭിത്തിയിൽ ഒരു ദ്വാരം. അവിടുന്ന് എന്നോട് കൽപ്പിച്ചു, മനുഷ്യപുത്ര, ഭിത്തി തുറക്കുക. ഞാൻ ഭിത്തി തുറന്നു. അതാ ഒരു വാതിൽ. അവിടുന്ന് തുടർന്നു, അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ലേച്ഛതകൾ കാണുക. ഞാൻ അകത്ത് കടന്നു നോക്കി. അതാ എല്ലാത്തരം ഇഴജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ 70 ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാന്റെ മകനായ യസാനിയായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു. സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നുണ്ടോ? അവർ പറയുന്നു, കർത്താവ് ഞങ്ങളെ കാണുന്നില്ല. കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഇതിലും ഗുരുതരമായ മ്ലേച്ഛതകൾ അവർ ചെയ്യുന്നത് നീ കാണും. അവിടുന്ന് എന്നെ ദേവാലയത്തിൻ്റെ വടക്കേ വാതിലിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അതാ അവിടെ തമ്മൂസിനെക്കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടില്ലേ? ഇവയേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ കാണും. ദേവാലയത്തിൻ്റെ അകത്തളത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ പൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ 25ഓളം പേർ ദേവാലയത്തിന് പുറം തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, മനുഷ്യപുത്ര, നീ കണ്ടില്ലേ? യൂദാഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകൾ നിസ്സാരങ്ങളോ? അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചു. എൻ്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു. അവർ അതാ മുക്കത്ത് കമ്പ് വയ്ക്കുന്നു. അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും. ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ കരുണ കാണിക്കുകയില്ല. അവർ എൻ്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല.